നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വെൻ ദ കോർണർ ഓഫ് എ ബെൻഡ് വയർ വാസ് പ്ലേസ്ഡ് അറ്റ് എ സെന്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഒരു വയർ മടക്കി നേരെ ഇങ്ങനെ വെച്ചേക്കുവാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 1/10 ആണ് പാർട്ട് തന്നിരിക്കുന്നത്. ദെൻ 1/10 പാർട്ട് ഓഫ് ദ സർക്കിൾ വാസ് കണ്ടെയ്ൻ വിത്ത് ഇറ്റ് ഇഫ് ദ കോർണർ ഓഫ് ദ വയർ ഈസ് പ്ലേസ്ഡ് 1 point ഓഫ് ദിസ് സർക്കിൾ ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. ഇതേ വയർ നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ ഇരിക്കുന്ന വയർ. അതേ വയർ അങ്ങനെ തന്നെ മാറ്റാതെ നമ്മൾ ഇത് കയറ്റി ഇവിടെ നിന്ന് കയറ്റി നേരെ ഇങ്ങനെ കയറ്റി വെച്ചേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അത് നേരം ഈ പാർട്ട് ഈ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഈ ആർക്ക് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അതിനകത്തേക്കാൾ ചെറിയൊരു സർക്കിളിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇതേ വയർ നമ്മൾ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര പാർട്ടായിരിക്കും ഈ ആർക്ക്, എത്ര പാർട്ടാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് നമുക്കൊന്ന് പടത്തിലേക്ക് വരച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 സർക്കിളാണ് ഇവിടെ നമുക്ക് തന്നേക്കണേ. നമ്മൾ ആ ഫിഗർ ഒന്നങ്ങ് വരച്ചു. ഇപ്പൊ ഈ ഒരു സർക്കിളിനകത്ത് നമുക്ക് എന്താണ്, ഈ സർക്കിളിന്റെ ആർക്ക് നമുക്ക് 1/10 പാർട്ടാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയാണ്, ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു, ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്താൽ ഇത് എത്രയാണ് ഈ സർക്കിളിന്റെ ആ വൃത്തത്തിന്റെ ആ 1/10 പാർട്ടാണ് ഈ ചാപം ഈ ആർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ. ഇതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇവിടെ നമുക്കറിയാം സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ ഫോർമുല പഠിച്ചേക്കണേ, സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു ഈ സർക്കിളിന്റെ പാർട്ടായിരിക്കും നമുക്കറിയാം അല്ലേ, സർക്കിളിന്റെ പാർട്ടാണ്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഈ സർക്കിളിന്റെ 1/10 പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എന്ന് പറയുന്നത് എൻ്റെ സെൻട്രൽ ആംഗിൾ ആണ്. സെന്ററിലാണ് നമ്മൾ ആംഗിൾ ജോയിൻ ചെയ്തേക്കണേ അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, നമ്മുടെ ഫോർമുല എന്നാ, സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ടാണ്. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ മോഡൽ നമ്മൾ ചെയ്തോളൂ. അപ്പൊ ഇവിടെ നോക്കുക, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ല, അതിന് നമ്മൾ CA എന്ന് കൊടുത്തു. എളുപ്പത്തിന് 360 അങ്ങനെ തന്നെ കൊടുത്തു. എത്ര പാർട്ടാന്ന് പറഞ്ഞാൽ 1/10 പാർട്ടാണ് അല്ലേ. 1/10 പാർട്ടാവുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 360/10 വരും. അപ്പൊ 0 വെട്ടിപ്പോയിട്ട് ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി എന്ന് കിട്ടി. ആ ഒരു ആംഗിൾ എത്ര കിട്ടിയേ, 36 ഡിഗ്രി എന്ന് കിട്ടി. ഒന്നാമത്തെ ആൻസറായി. ഇനി നമ്മൾ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. ഇപ്പൊ നമ്മൾ ഈ ഒരു വയർ ബെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വയർ നമ്മൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഈ വയർ അങ്ങനെ തന്നെ നീക്കി നമ്മൾ ഇങ്ങോട്ട് നീക്കി ഇവിടെ കൊണ്ടുപോയി വെച്ചു. അതായത് ഈ ഒരു ആംഗിൾ വയർ മാറ്റാതെ തന്നെ നമ്മൾ നേരെ മാറ്റി ഇത് ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ, അങ്ങനെ വെച്ചേക്കണതാണ് നമുക്ക് ഇവിടെ വന്നേക്കണം. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു പാർട്ട് AB എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ ഈ ആർക്ക് ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, എന്താ ഇതിന്റെ പ്രത്യേകത, ഈ ഒരു ആംഗിൾ അങ്ങനെ തന്നെ ഇത് നമ്മൾ നോക്കുക, ഈ ഒരു മാറ്റവും ഇല്ല. ഈ ആംഗിൾ ഈ ഒരു ഇതാണ് വയർ ബെൻഡ് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവച്ചേക്കണം അല്ലേ. അപ്പൊ ഇവിടെ എത്രയാണോ ആംഗിൾ അത് തന്നെയായിരിക്കില്ല ഇവിടെ വരുന്നത്. ഇവിടെ 36 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും, 36 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് നോക്കിയാൽ, നമ്മളിങ്ങനെ ഒരു സർക്കിൾ, അപ്പൊ നമ്മൾ ഇവിടെയാണ് ഈ ഒരു ആംഗിളാണ്, ഇതാണ് നമ്മൾ വയർ വെച്ചിരിക്കുന്നത്. അതേ വയർ നീക്കി നിരക്കി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ നമുക്ക് സെന്റർ ആണ്, ഈ ഒരു ആംഗിൾ നേരെ മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെയും 36 തന്നെയായിരിക്കില്ലേ വെച്ചുകളെ. നമ്മളിങ്ങനെ നോക്കി ഈ വയർ ഇങ്ങനെ ഇരിക്കുക, ഈ വയർ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ഒരു നൂൽക്കമ്പി എടുക്കുക, നൂൽക്കമ്പി എടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കി, അങ്ങനെ മടക്കി കഴിഞ്ഞ് നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഈർക്കിളി എടുക്കുക, ഈർക്കിളി എടുത്ത് നമ്മളിങ്ങനെ മടക്കി, ഇതിങ്ങനെ മടക്കിയ സാധനം ഇങ്ങനെ നീക്കി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചാലും ഈ ആംഗിളിന് ചേഞ്ച് വരുമോ, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സർക്കിളിനകത്ത് ഇവിടെ ഇരിക്കുന്ന ആംഗിൾ നിരക്കി നമ്മൾ പതുക്കെ നീക്കി ഇങ്ങോട്ട് നീക്കി വെച്ചു. അപ്പൊ ഇവിടെ എത്രയായിരുന്നോ ആംഗിള്, അതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ. ആംഗിളിന് മാറ്റം വരുമോ, ആംഗിളിന് യാതൊരു ചേഞ്ചും വരില്ല. അപ്പൊ ഈ ആംഗിൾ 36 ആണെങ്കിൽ അത് പതുക്കെ നിരക്കി മാറ്റി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചപ്പോഴും ആംഗിൾ എന്ത് തന്നെയാണ്, 36 വരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ സർക്കിളിന്റെ ഇതിന്റെ സെന്റർ ആണ് ഇവിടെ നോക്കുക, ഏകദേശം ഇതിന്റെ സെന്റർ വന്നു. അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ അറിഞ്ഞാൽ ഈ പാർട്ട് നമുക്ക് ഈ ആംഗിൾ വെച്ചത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ സെൻട്രൽ ആംഗിൾ, ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു
ഈ ഒരു പാർട്ട് കണ്ടുപിടിക്കാം അല്ലേ? നമ്മുടെ ഫോർമുല ഇത് തന്നെയാണ് അല്ലേ? മാറ്റമില്ലല്ലോ. അപ്പൊ ഈ സെൻട്രൽ ഇവിടെ 36 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ചു 72 ഡിഗ്രി ആയിരിക്കും. അതിന് കാരണം എന്താ? അതായത് നമ്മളൊരു സർക്കിൾ വരച്ചു, ഇവിടെ നമ്മളൊരു ആർക്ക് കോഡ് വരച്ചു. ഈ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് തന്നെ വരയ്ക്കുന്ന ഈ സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഡിഗ്രി ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 36 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും മക്കളെ? ഈ 36ന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ 36 ആണ്, ഇവിടെ എന്തായിരിക്കും? 72 ആയിരിക്കും. 36ന്റെ ഡബിൾ, അപ്പൊ 36 ഇൻറ്റു 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി ആയിരിക്കും. പരിപാടി തീർന്നു അല്ലേ? ഇനി ഇത് രണ്ടും തമ്മിൽ ഈ ആർക്ക് തമ്മിൽ എന്ത് റിലേഷനാണ് നമ്മൾ പഠിച്ചേക്കണേ? സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? 360 ഇൻറ്റു പാർട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയും നമുക്ക് കിട്ടിയേക്കണേ? 72. അപ്പൊ ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ടിന് നമ്മൾ L എന്ന് കൊടുത്തു. ഇനി നമ്മൾ നോക്കാം, ഈ ഒരു 36 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഈ ഒരു ആംഗിൾ ഇതേ ഡിസ്റ്റൻസിൽ ഈ ഒരു ആംഗിൾ 36 ആണ്. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അതേ ആംഗിൾ 36 ആണ്. ഇനി ഇത് നമ്മൾ ചെറിയ എവിടെ ഏത് സർക്കിൾ ആയിക്കോട്ടെ, ഒരു കുഞ്ഞു സർക്കിൾ ആയിക്കോട്ടെ, ഈ കുഞ്ഞു സർക്കിളിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കി വളച്ചു വെച്ചിരിക്കുന്ന കമ്പി അതേ സൈഡിൽ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചാലും എന്ത് തന്നെയായിരിക്കും? ആംഗിൾ 36 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഒരു മാറ്റമില്ല. അപ്പൊ ഇവിടെ ഈ ഒരു ആംഗിൾ നമ്മൾ 36 ഡിഗ്രി വരുന്ന ആംഗിൾ ഇവിടെ കൊണ്ടുപോയി ഒരു വലിയ സർക്കിളിൽ കൊണ്ടുവച്ചാലും ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 36 ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചോണം സെൻട്രൽ ആംഗിൾ എന്ന് വരയ്ക്ക് കഴിയുമ്പോൾ ഇത് 72 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ ഏത് സർക്കിളിൽ കൊണ്ടുവച്ചാലും, ഇപ്പൊ നമ്മൾ സ്മോൾ സർക്കിൾ ആയിക്കോട്ടെ വലിയ സർക്കിൾ ആയിക്കോട്ടെ എവിടെ കൊണ്ടുവച്ചാലും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കമ്പി എപ്പോഴും എന്തായിരിക്കും? ഇത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാലും എല്ലാം അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അല്ലേ? അപ്പൊ ഇവിടുന്ന് കുഞ്ഞു സർക്കിളിലേക്ക് ഇവിടെ ഈ ഇരിക്കുന്ന ഈ ആംഗിൾ ഈ ഒരു 36 ഡിഗ്രി നമ്മൾ ഇവിടുന്ന് ഒരു കുഞ്ഞു സർക്കിളിലേക്ക് വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടുത്തെ ആംഗിൾ 36 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇത് 72 ആണ് ഇവിടെ വരുന്നത്. 72 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ആദ്യത്തെ കണ്ടുപിടിച്ചോണ്ട് തന്നെ സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി വരും. 72 ഈക്വൽ ടു 360 ഇൻറ്റു L എന്ന് കൊടുക്കാം. അപ്പൊ L എന്ന് പറഞ്ഞാൽ 72 ഡിവൈഡഡ് ബൈ 360 വരും. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. 0.2 വരും. ഇപ്പൊ 30 ഇതിനകത്ത് 72 ബൈ 360 എന്ന് പറഞ്ഞാൽ 1/5 വരും. അപ്പൊ ഇവിടെ ഇത് 1/5 പാർട്ടായിരിക്കും വരുന്നത്. ഈ സർക്കിളിന്റെ 1/5 പാർട്ടായിരിക്കും ആർക്ക് വരുന്നത്. ഇനി അതേ സാധനം തന്നെ ഇവിടെ വെച്ചാലും ഇതേ ഫിഗർ നമ്മൾ കുഞ്ഞു സർക്കിളിൽ കൊണ്ടുവച്ചാലും സെയിം തന്നെ, ആംഗിളിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇതും എത്ര തന്നെ ആയിരിക്കും? 1/5 പാർട്ടായിരിക്കും. ഇനി ഈ 36 ഡിഗ്രി വരുന്ന ആംഗിൾ ഇച്ചിരി വലിയൊരു ആംഗിളിൽ വെച്ചാലും എവിടെ വെച്ചാലും ഇത് എന്ത് തന്നെയായിരിക്കും? ഇവിടെ 36 ആണ്. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ 72 വരും. അപ്പൊ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? ഇത് 1/5 ആയിരിക്കും. എത്ര വലിയ ചെറിയ സർക്കിൾ ആയിക്കോട്ടെ വലിയ സർക്കിൾ ആയിക്കോട്ടെ ഏത് സർക്കിളിൽ വെച്ചാലും ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും മക്കളെ? 1/5 തന്നെയായിരിക്കും. ഇത് നമുക്ക് ഒരു എക്സാമ്പിളോടെ ഇതേ മോഡൽ നമുക്ക് ചെയ്തു നോക്കാം. ഇതൊരു സർക്കിൾ 1/9 പാർട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ 1/9 പാർട്ടാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കണം. അതേ വയറ് തന്നെ നമ്മൾ തെറ്റി വെച്ചിരിക്കുന്ന ഒരു വയറ്, ഇതേ വയറ് തന്നെ നമ്മൾ എന്താണ് 1/9 ഇങ്ങനെ വെച്ചേക്കുവാണ്. അത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഫോർമുല എന്നാ? സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ട് വരും അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ 1/9 പാർട്ടാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്താവും? 360 ഇൻറ്റു 1/9 വരും. അപ്പൊ ഇത് വെട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് 40 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ എത്രയായി? 40 ഡിഗ്രി കിട്ടി. ഇതേ വയർ നമുക്ക് ബെൻഡ് ചെയ്തിരിക്കുന്ന വയർ നമുക്ക് വേറൊരു സർക്കിളിലേക്ക് കൊണ്ടുവച്ച് നോക്കാം. അതായത് ഇവിടെ ഈ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ ഈ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ ഇത് അങ്ങനെ തന്നെ മാറ്റി ഇവിടെ വെച്ചാലും ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഇവിടുത്തെ നമ്മൾ ആംഗിൾ അതിങ്ങോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി വരും അല്ലേ? ഇതാണ് നമ്മൾ അടുത്ത ഫിഗർ വരുന്നത്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പോലെ തന്നെ സെക്കൻഡ് ഫിഗർ നമ്മൾ ആ ഒരു
ഈ 40 കിട്ടിയത് മാറ്റാതെ കൊണ്ട് ഇങ്ങോട്ട് കയറ്റി ചെയ്തു വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഈ ആർക്ക് എത്രയാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഇതേ ആംഗിൾ 40 ഡിഗ്രി നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഫിഗർ തന്നെ. ഇപ്പം ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണം 40 ആണ്. ആ 40 ഡിഗ്രി വെൻഡ് ചെയ്തേക്കണം വയർ അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവച്ചാലും ഈ ആംഗിൾ ഇവിടെ എത്രയാണോ ഇവിടെ നമുക്ക് 40 ആണെങ്കിൽ അതേ ആംഗിൾ തന്നെയായിരിക്കും. ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇവിടെ എന്താണ് ഇത് അങ്ങനെ തന്നെ നീക്കി നമ്മൾ നിരക്കി ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവച്ചേക്കുവാണ്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയും 40 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ വരുന്ന ആംഗിളും 40 ഡിഗ്രി തന്നെ വരും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ 40 ആണെങ്കിൽ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ സെൻട്രൽ ആംഗിൾ 40യുടെ ഇരട്ടി ഡബിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 വരും. 80 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആർക്ക് എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു പാടുമില്ല അല്ലേ? അപ്പം നമ്മൾ നോക്കുക സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ട് എൽ ആണ് വരുന്നത്. അപ്പം എൽ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 വരും. അപ്പോൾ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടിയാണ്? 80 അല്ലേ? 80. കാരണം ഇവിടെ വരുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ആംഗിൾ വരുന്നത്. അപ്പോൾ 0യും 0യും വെട്ടിപ്പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/36 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9 വരും. ഇതിനെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 4 × ഇവിടെ വേണമെങ്കിൽ 4 × 2. ഇത് നമുക്ക് 4 × 9. അപ്പോൾ 4ഉം 4ഉം വെട്ടിപ്പോയിട്ട് 2/9. ഇവിടെ എത്രയായിരിക്കും? 2/9 പാർട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഈ ഒരു ഈ വയർ നമ്മളൊരു കുഞ്ഞ് സർക്കിളിൽ കൊണ്ടുവച്ചാലും ഈ ആംഗിൾ ഈ വയർ അതായത് നമ്മൾ ഇവിടെ വയ്ക്കുന്ന ഇതേ സാധനം അതായത് ഈ വയർ ഇങ്ങനെ വളച്ച് കൊണ്ട് ഇത് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചേക്ക് ഒരു കുഞ്ഞ് സർക്കിൾ ആയിക്കോട്ടെ വലിയ സർക്കിൾ ആയിക്കോട്ടെ ഒരു മാറ്റവും വരില്ല. അപ്പം ഇവിടെ വരുന്ന ഇവിടെ 40 തന്നെയായിരിക്കും. ഇവിടെ നിന്ന് നേരെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും 80 തന്നെയായിരിക്കും. അപ്പം ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2/9 ആയിരിക്കും ആർക്ക് എന്ന് പറഞ്ഞ്. അത് ഇനി ഒരു കുഞ്ഞ് സർക്കിളാന്ന് വെച്ചാൽ ചെറിയൊരു സർക്കിളിനകത്ത് നമ്മൾ ഇതേ ആംഗിൾ ഇതേ സാധനം തന്നെ ഇത് കണ്ടോ. ഇത് നമ്മളിത് ഇങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവച്ചാലും എന്ത് തന്നെയായിരിക്കും? ഒരു മാറ്റവും വരില്ല. എന്ത് തന്നെയായിരിക്കും? ഇവിടെ 40 ആയിരിക്കും. ഈ ഒരു ആംഗിൾ ഇവിടെ 40 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ 2/9 പാർട്ട് തന്നെയായിരിക്കും വരുന്നത്. ഇതെല്ലാ കുട്ടികൾക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ഓരോ ടെസ്റ്റ് എക്സർസൈസിലെ ഓരോ പ്രോബ്ലത്തിനും നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ലെവൽ 1 വീഡിയോസും കൂടെ നിങ്ങൾ കാണണം. ലെവൽ 1 വീഡിയോ കണ്ടു കഴിയുമ്പോൾ പ്രൂഫുകളും പ്രോബ്ലംസും ഒക്കെ വളരെ ഈസി ആവും. നമ്മുടെ 10th ആണെങ്കിലും +1 ആണെങ്കിലും +2 ആണെങ്കിലും 3 ലെവലുകളായിട്ടാണ് നമ്മുടെ വീഡിയോസ് ആപ്പിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ, L2 എന്ന് പറഞ്ഞാൽ ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ മാക്സിമം കുട്ടികൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആപ്പിൽ കാണുകയും ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലാസ് ഓവർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ചാപ്റ്റർ അതിനകത്ത് ഫ്രീ ആയിട്ടുണ്ട്. അത് 3 ലെവലുകളായിട്ടാണ് വരുന്നത്. L1, L2, L3. L2 എന്ന് പറയുന്ന ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതിന് ഓരോ മോഡൽ ക്വസ്റ്റ്യൻസിനും ഓരോന്നിനും എക്സാമ്പിൾസും ഉണ്ട്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം അതിനകത്ത് പ്രോബ്ലംസും വരും. L3 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ആണ്.